നമസ്കാരം. വെളുന്നല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച നാളികേര സംസ്കരണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്നുച്ചയ്ക്ക് കരിങ്ങന്നൂർ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ പത്രസമ്മേളനം നടന്നു. പ്രാദേശിക പത്രലേഖകരും ഓൺലൈൻ മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. പത്രസമ്മേളനം വിളിക്കാനായിട്ടുള്ള സാഹചര്യം നമ്മുടെ ബാങ്ക് നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉൽപ്പാദന സ്ഥാപനം, വെളിച്ചെണ്ണ ഉൽപ്പാദന സ്ഥാപനം ആരംഭിക്കുന്നതിന് നമുക്ക് അനുവാദം കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് അതിൻ്റെ ഫാക്ടറി നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി 14 4 മണിക്കാണ് അതിന് ഉദ്ഘാടനം ചെയ്തത്. 1948 രൂപീകരിച്ചത്. അന്ന് സർവീസ് സഹകരണ ബാങ്കായിട്ടല്ല, വിവിധോദ്ദേശ സൊസൈറ്റി ആയിട്ടാണ് രൂപീകരിച്ചത്. അതൊരു 68-69 വരെ ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു പുരോഗതി അത് കാര്യത്തിലുണ്ടായിട്ടില്ല. അന്ന് വരെ ഇതിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം ചേർക്കുന്ന ഒരു സംഘമാണ്. 1967-68 കാലഘട്ടമായിരുന്നു. ഇന്നലെ വരെ മെമ്പർഷിപ്പ് കൊടുക്കാതിരുന്ന ആളുകൾക്ക് തന്നെ ഇവിടുത്തെ അന്ന് സെക്രട്ടറി ആയിരുന്ന ആള് വിളിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് ഏറ്റെടുത്താൽ ഇത് ശരിയാവും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏറ്റെടുത്തു. ഇവർക്ക് ഞാൻ മെമ്പർഷിപ്പ് വാങ്ങിക്കൊടുത്തു. പിന്നെ അവരുടെ നേതൃത്വത്തിൽ ഈ ബാങ്ക് വിവിധോദ്ദേശ സൊസൈറ്റി എന്നത് സർവീസ് സഹകരണ ബാങ്കായി മാറുകയും ഇന്നിപ്പോൾ ഏകദേശം 130 കോടി രൂപയുടെ ഡെപ്പോസിറ്റുള്ള ഏകദേശം 95 കോടി രൂപയോളം വായ്പ നിൽക്കുള്ള ഒരു സ്ഥാപനമായി ഇപ്പോൾ മാറി. കേരള ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളത്ത് ഒരു യോഗം വിളിച്ചു. 32,500 രൂപ, 500 കോടിയോളം രൂപ AIFൻ്റെ ഭാഗമായി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നുള്ള നിലയ്ക്ക് വിനിയോഗിക്കാനുള്ളൊരു അവസരമുണ്ട്. അത് സർവീസ് സഹകരണ ബാങ്കുകളെല്ലാം അത് വിനിയോഗിക്കാൻ കഴിയണം. പലതരത്തിൽ കാർഷിക മേഖലയിലുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും അത് സ്വന്തം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നമ്മൾ നാളികേരം എന്നുള്ളത് കാർഷിക ഉൽപ്പന്നമാണ്. അപ്പോൾ നാളികേരത്തിൽ നിന്നും വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് നമ്മൾ അപേക്ഷ കൊടുക്കും. അത് വളരെയേറെ ചർച്ച ചെയ്തതിന് ശേഷം അന്ന് 30 രൂപയുള്ളൂ കിലോയ്ക്ക്. ഇന്നിപ്പോൾ കിലോയ്ക്ക് 80-85 ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ വെളുന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വെളുന്നല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നിറവ് എന്ന പേരിൽ നാളികേര സംസ്കരണ കേന്ദ്രം ആരംഭിക്കുന്നു. നാളികേരം ശേഖരിച്ച് കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കുന്ന പദ്ധതിയാണ് ആരംഭിക്കുന്നത്. പ്രാദേശിക കമ്പോളം ഉൾപ്പെടെ കയറ്റുമതി സാധ്യതകൾ കൂടി ഉദ്ദേശിച്ചാണ് ഈ സംരംഭം ആരംഭിക്കുന്നത്. നിറവ് എന്ന പേരിൽ അല്പം പോലും മായം ചേരാതെ ശുദ്ധമായ വെളിച്ചെണ്ണ ജനങ്ങൾക്ക് മിതമായ വിലയിൽ ലഭ്യമാക്കുമെന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു. കൊല്ലം ജില്ലയിലെ പ്രഥമ സംരംഭമാണ് ഈ നാളികേര സംസ്കരണ കേന്ദ്രം. 2025 ഫെബ്രുവരി 14 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യും. ചടയമംഗലം MLAയും ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ കൊല്ലം MP NK പ്രേമചന്ദ്രൻ, CPI കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ PS സുബാൽ MLA, CPM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ P രാജേന്ദ്ര പ്രസാദ്, BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി രാജി പ്രസാദ്, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, വെളുന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് M അൻസർ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ അഡ്വക്കേറ്റ് ഷൈൻകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി അഡ്വക്കേറ്റ് R ജയന്തി ദേവി, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി കരിങ്ങന്നൂർ സുഷമ്മ, സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ B സജിത് ബാബു IAS, ശ്രീ M അബ്ദുൽ ഹലീം, TK പ്രദീപ് കുമാർ തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുക്കും.
തികച്ചും ജനകീയമായ ഈ സംരംഭത്തിൽ രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമെന്നും വെളുന്നല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് രാഷ്ട്രീയം നോക്കി ഒരാളോടും പെരുമാറിയിട്ടില്ല എന്നും തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നും ബാങ്ക് പ്രസിഡന്റ് പി ആനന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശുദ്ധമായ വെളിച്ചെണ്ണ ബഹുജനങ്ങൾക്ക് ലഭ്യമാക്കുക, തൊഴിലവസരം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടൊപ്പം സഹകരണ മേഖലയിൽ വൈവിധ്യവൽക്കരണം നടപ്പിലാക്കി ഉൽപ്പാദന വിപണന മേഖലകളിലേക്ക് ബാങ്കിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നാളികേരം കിട്ടാവുന്നിടത്തോളം നാട്ടിലുള്ള കർഷകരിൽ നിന്നും സംഭരിക്കുമെന്നും കൂടുതൽ നാളികേരം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ മറ്റു മാർഗങ്ങളിലൂടെ നാളികേരം എത്തിക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ബാങ്ക് പ്രസിഡന്റ് ശ്രീ പി ആനന്ദൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീ പി ആനന്ദൻ, ബാങ്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ, ബോർഡ് മെമ്പർമാരായ ശ്രീ എം സലീം, ശ്രീ സതീശൻ, ശ്രീ അനിൽകുമാർ, ശ്രീ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ആയൂർ ടു ഓയൂർ ന്യൂസ്, കരിങ്ങന്നൂർ.